മുട്ടിൽ മരമുറിക്കൽ കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി ശരിവച്ചു. പ്രതികളായ ജോസ് കുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീൽ തള്ളി. ഡിഎഫ്ഒ മരം കണ്ടുകെട്ടിയതിനെതിരെ അഗസ്റ്റിൻ സഹോദരന്മാർ ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, മുട്ടിൽ മരമുറി കേസിൽ ഇത് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അഗസ്റ്റിൻ സഹോദരന്മാർക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഈ മുറിക്കപ്പെട്ട മരങ്ങളുടെ അവകാശവാദം, അതിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണ് എന്നൊക്കെയാണ് ഈ ഹർജിയിൽ പറഞ്ഞത്. പക്ഷേ അത് കോടതി തള്ളുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ? പ്രജിൻ, മുട്ടിൽ മരമുറി കേസിൽ നിർണായകമായ ഒരു വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഈ പിടിച്ചെടുത്തിരിക്കുന്ന കണ്ടുകെട്ടിയിരിക്കുന്ന മരങ്ങൾ സർക്കാരിൻ്റെതാണ് എന്നുള്ളതാണ്. എന്നാൽ പ്രതികൾ ഈ മരം വനംവകുപ്പ് കണ്ടുകെട്ടിയതിനെതിരെ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഇത് സർക്കാരിൽ നിക്ഷിപ്തമാകേണ്ട മരമാണ് എന്നുള്ളൊരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വയനാട് ജില്ലാ കോടതിയുടേതാണ് വിധി. എന്തായാലും നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് 2020 ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങുന്നത്. 2020 ഒക്ടോബറിലാണ് മരമുറിക്കുള്ള ഒരു അനുമതി ഉണ്ടാവുന്നത്. അതായത് ഈ അനുമതി ഇങ്ങനെയായിരുന്നു: നട്ടു വളർത്തിയതും കിളിർത്തതുമായ 1960 ശേഷം ഉള്ള നട്ടു വളർത്തിയതും കിളിർത്തതുമായ മരങ്ങൾ മുറിക്കുന്നതിനുള്ള ഒരു അനുമതിയാണ്. ഈ അനുമതിയുടെ മറവിൽ വ്യാപകമായി തന്നെ വയനാട്ടിൽ ഈട്ടിക്കൊള്ള നടന്നു. ഇത് വിവാദമായതിനെ തുടർന്ന് 2021 ഫെബ്രുവരി ഇത് പിൻവലിച്ചു, ഉത്തരവ് പിൻവലിച്ചു. ഇതിനിടയിലാണ് വലിയ തോതിൽ മരങ്ങൾ മുറിച്ചത്. അതായത് 60 വർഷത്തോളം പഴക്കമുള്ള മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ അനുമതി ഉണ്ടായിരുന്നത്. ഈ അനുമതിയുടെ മറവിൽ 100 മുതൽ 250 വർഷം വരെ പഴക്കമുള്ള ഈട്ടിത്തടികൾ കർഷകരെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് ഈ അഗസ്റ്റിൻ സഹോദരങ്ങൾ വ്യാപകമായി മുറിച്ചെടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് കടത്തുന്നതിനിടയിൽ അന്നത്തെ മേപ്പാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ മരം എറണാകുളത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇത് അവിടുത്തെ സൗത്ത് വയനാട് DFO ഇത് കണ്ടുകെട്ടുകയായിരുന്നു. ഈ സൗത്ത് വയനാട് DFO കണ്ടുകെട്ടിയതിനെതിരെ ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു പ്രതികൾ. ഇതിൽ 28 കേസുകളിലാണിപ്പോൾ വിധിയുണ്ടായിരിക്കുന്നത്. 28 അപ്പീലുകളാണ് ഇവരിത് സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത്. വയനാട് ജില്ലാ ജഡ്ജിയായ V മൃദുലയുടേതാണ് വിധി. എന്തായാലും ഇത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുൻകാലങ്ങളിലെല്ലാം അവരുടെ ജാമ്യവും മറ്റുമായി ജാമ്യം ലഭിക്കുന്നതും ഇവർ അറസ്റ്റിലാവുന്നു, അതിന് പിന്നാലെ ജാമ്യം ലഭിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായിരുന്നു കാര്യങ്ങൾ. കുറച്ച് ആദ്യം ഇവർ ജയിലിൽ കിടന്നെങ്കിൽ പോലും അനുകൂലമായിരുന്നു. പക്ഷേ അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. 120ഓളം കേസുകൾ വനം, റവന്യൂ, പോലീസ് വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ 41 കേസുകൾ വനം വകുപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. അതിൽ 28 കേസുകളിലാണിപ്പോൾ പ്രതികൾക്കെതിരായി തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത് കേസിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും കേസുകളിൽ ഇവർ കുറ്റക്കാരാണോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, മുട്ടിൽ ഈട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ ഇങ്ങനെ മുഖ്യ പ്രതികൾ 3 പേരാണ്. ഇവർ ജയിലിൽ കിടന്ന ഉൾപ്പെടെ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷമാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ളൊരു നീക്കം അണിയറയിൽ സജീവമായി തുടരുന്നതിനിടയിലാണ് കോടതിയുടെ ഒരു നിർണായകമായ ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.